നമസ്കാരം. മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കയറി പോന്നോളിൻ. കനവായി ഞാൻ നാള് നീളെ കണ്ടതൊക്കെ നീനവായപ്പോ താഴെ വീണുടഞ്ഞു പോയി. ഉള്ളിലുള്ളതൊക്കെ പൂത്തു നിന്നതൊക്കെ ആരാരോ കൊണ്ടുപോയേ. ദേ കൊണ്ടോണ് ഗോവിന്ദ, ദേ കൊണ്ടോണ്. നമ്മുടെ പാർട്ടി ഗ്രാമത്തിൽ കയറിയ കള്ളബടുവയെ ദേ പിടിച്ചോണ്ട് പോണ്. ഞാനും എന്റെ ആഭ്യന്തരവും വാഴയെന്ന് നാട്ടാര് വീണ്ടും അപമാനിക്കുന്നു. അതൊരു അപമാനമാണോ? സത്യമല്ലേ മുഖ്യം? ശവത്തി കുത്താതെ ഗോവിന്ദ താനിങ്ങനെ. ഞാൻ അറിഞ്ഞോ ആ സുകുമാരക്കുറുപ്പിന് പഠിക്കുന്നവൻ കണ്ണൂരിൽ കയറി ഒളിക്കുവന്ന്. എന്നാലും എന്റെ പാർട്ടി ഗ്രാമത്തിൽ കാല് കുത്തിയില്ലേ എന്നെയെ. അത് കൊടിയ അപമാനമല്ലേ? തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോ തന്നെ പണി കിട്ടിയില്ലേ ഗോവിന്ദ നമുക്ക്? നമ്മുടെ തറവാടിന്റെ അന്തസ് പോയില്ലേ, മാനം പോയില്ലേ? ആ ജിയുടെ മോന്തയിൽ ഞാൻ ഇനി എങ്ങനെ നോക്കും? ഹോ, ആ സവാദിനെ എന്റെ പോലീസ് പൊക്കിയിരുന്നെങ്കിൽ ഞാൻ ആരാ? പിന്നെ ഞാൻ ആരാ? സ്റ്റാർ അല്ലേ പിന്നെ ഞാൻ? എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ. എനിക്ക് ജൈവിളി നെഞ്ചും വിരിച്ച് ഇരട്ട ചങ്കോടെ നിൽക്കൂലേ ഞാൻ? പോയില്ലേ, എല്ലാ എന്നെയെ കൊണ്ടുപോയില്ലേ, നശിപ്പിച്ചില്ലേ? സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് കേൾക്കുക. കണ്ണൂരിൽ സഖാക്കളുടെ ചെങ്കോട്ടയിൽ കയറി എൻഐഎ സവാദിനെ ചെവിയിൽ പിടിച്ച് ദിങ്ങനെ കൊണ്ടുപോയി. CPM-നും ആഭ്യന്തര വകുപ്പിനും വല്ലാത്ത ക്ഷീണം ഉണ്ടാക്കിയേക്കാണ് സംഭവം. കണ്ണൂർ ഞങ്ങളുടെ കോട്ടയാടാ. അവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ, ഒരു ഈച്ച പറക്കണമെങ്കിൽ നമ്മ അറിയണം. പക്ഷേ എൻഐഎ വന്ന് വളഞ്ഞിട്ടും സവാദിനെ പൊക്കിയിട്ടും മുഖ്യനും കൂട്ടരും അറിഞ്ഞില്ല. TV വെച്ചപ്പോ ദേ കിടക്കണ മുഖ്യൻ നിലത്ത്. പോയി എന്റെ 5 കൊല്ലം, എന്റെ അടുത്ത 5 കൊല്ലം പോയെന്നും പറഞ്ഞായിരുന്നു മുഖ്യന്റെ കരച്ചിൽ. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് സവാദ് അഫ്ഗാനിസ്ഥാനിൽ പോയെന്നായിരുന്നു പറഞ്ഞത്. ആ ബെസ്റ്റ്. അഫ്ഗാനിസ്ഥാനിൽ പോയവൻ പിന്നെ എങ്ങനെയുടെ മട്ടന്നൂരിൽ ആശാരിപ്പണിക്കാരനായത്? മുഖ്യ, സവാദിനെ പാർട്ടി ഗ്രാമത്തിൽ ഒളിപ്പിച്ചത് CPM ആണെന്നാണ് കരക്കമ്പി. ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ മുഖ്യന്റെ അവസ്ഥ. മുഖ്യന് കണ്ടകശനിയാണ്, ഹോമം വേണം. പുതുവർഷം തുടങ്ങി പതിയെ കുറെ പണികളും കിട്ടി തുടങ്ങിയിട്ടുണ്ട് മുഖ്യനും. വെറുതെ അല്ല പാണിക്കയ്യൂര് പറഞ്ഞത് ഇനി ഇത് ശീലമായിക്കോളൂ. മുഖ്യ 2024 പോക്കാ. അതിന് മട്ടന്നൂരിൽ നിന്നല്ലേ ഓനെ പൊക്കിയത്, അല്ലാതെ എന്റെ തായ്ക്കണ്ടിയിൽ തറവാടുള്ള പിണറായിയിൽ നിന്നോ എന്റെ ധർമ്മടം മണ്ഡലത്തിൽ നിന്നോ അല്ലല്ലോ. അതാണ് എന്റെ ഏക ആശ്വാസം. മട്ടന്നൂർ ശൈലജയുടെ മണ്ഡലമാണ്. പോയി അവരോട് ചോദിക്കുന്നേ അങ്ങോട്ട്. അല്ല മുഖ്യ, അപ്പൊ കേരളത്തിന്റെ മുഖ്യനും ആഭ്യന്തര വാഴയും സോറി മുഖ്യ, ആഭ്യന്തര മന്ത്രിയും ആരാണ്? അത് ചെറുതായിട്ട് ഞാനാണ്. അതെ, ചെറുതായിട്ട് മുഖ്യനാണ്. ആഭ്യന്തരം ഭരിക്കുന്നത് P ശശിയാണെന്നാണ് കരക്കമ്പി. മുഖ്യൻ ചെറുതായിട്ട് ആ വഴി കൂടെ പോകുന്നെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ എൻഐഎ വന്ന് സവാദിനെ പൊക്കിയ ക്ഷീണത്തിലാണ് AKG സെന്റർ ഒന്നടങ്കം. കൂട്ടക്കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ശ്രീമതി വീണ്ടും കുലുങ്ങി. 1ഉം 2ഉം അല്ലടേ, 10-13 കൊല്ലമാണ് ഓൻ ഒളിവിലിരുന്നത്. പാർട്ടി ഗ്രാമം പോലെ സുഖമായി ഒളിക്കാൻ വേറൊരിടം ഇല്ല എന്ന് സവാദ് തെളിയിച്ചിരിക്കുകയാണ്. മുടുക്കനാടാ നീ, മുടുക്കൻ. അല്ലെങ്കിൽ തന്നെ കണ്ണൂരിന് ആവശ്യത്തിലധികം ചീത്ത പേര് CPM ആയിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ പൊലിപ്പിച്ചങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് സവാദിക്ക. കോമഡി ഇതല്ല. ഈ സവാദിനെ സംരക്ഷിച്ചതാരാ? SDPIയും. കോളം തികഞ്ഞ് മുഖ്യന്റെ അണ്ണാക്കിലെ പെരുവിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇനി കുറെ നാളത്തേക്ക് മിണ്ടൂല. ഞാൻ ക്ലിഫ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണമല്ലോ ഇതിനെക്കുറിച്ച് ഞാൻ പണയാൻ. ഇറങ്ങൂലടാ, ഞാൻ പുറത്തിറങ്ങൂല. ഞാൻ ഗോ സംരക്ഷണത്തിലാണെന്ന് പറഞ്ഞേക്കു ഗോവിന്ദ. എല്ലാം ഞാൻ തന്നെ അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. പാർട്ടി സെക്രട്ടറി മാത്രമല്ല താൻ, ഇടയ്ക്കിടെ മുഖ്യമന്ത്രി പണി കൂടി എടുക്കണം. അതുകൊണ്ട് എന്ത് വിവാദം വന്നാലും താൻ മെഴുകിക്കുവോ? അങ്ങനെ മെഴുകാനല്ല, വിശദീകരണം കൊടുത്തോളൂ ഗോവിന്ദ. അല്ല, അപ്പം മുഖ്യന്റെ കാര്യം എനിക്കൊന്നും അറിയാൻ പാടില്ലപ്പാ. ഞാനൊന്നും അറിയുന്നില്ലല്ലോ. ഞാൻ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ ഒരു ഉഴിച്ചിലിന് പോയാലോ എന്ന് ആലോചിക്കുക. പറ്റിയ സമയം ഇതാണ്. പൊക്കോ, പോയി ഉഴിച്ചിട്ട് നടത്തിയിട്ട് വാ. പോരുമ്പോ ഒരു കുപ്പി പിണ്ട തൈല എനിക്ക് മേടിച്ചോണ്ട് വാ. യവന്മാരെല്ലാരും ഇവിടെ കയറി ഇറങ്ങി നിരങ്ങും എന്റെ നെഞ്ചത്തോട്ട്. എന്നാലും മുഖ്യന്റെ അവസ്ഥകളെ കുറിച്ച് ഇനിയും എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്.